എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മൂകാംബിക ക്ഷേത്രത്തിലെ സൗവർണിക നദിയിലാണ്. ഈ നദിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ നമ്മൾ പറയുകയാണ്. അതിന് ഇത്രയും വലിയ ഒരു പുണ്യക്ഷേത്രം വേറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നക്ഷത്രഫലങ്ങൾ നമ്മളെല്ലാ ഞായറാഴ്ചയും ചെയ്തുകൊണ്ടിരുന്നതാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്നതിനാൽ നമുക്ക് ഇന്നലെ ആ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം ഇന്ന് ഇതിന് വലിയൊരു പുണ്യസ്ഥലം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ നദിയിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കും. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബസ്ഥാനത്ത് കലഹങ്ങളൊക്കെ മാറി ഐക്യത ഉണ്ടാകുന്നതിനൊക്കെ ഒരു യോഗം ഈ ആഴ്ച നിങ്ങൾക്ക് നൽകും. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ ധനനഷ്ടം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കാർത്തികമുക്കാലി, രോഹിണി, മകയിരത്തര ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ പലവിധ മനോവിഷമതകൾക്കും ഈ ആഴ്ച ഇട നൽകിയേക്കാം. വാഹന അപകടം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങളിൽ നിന്നോ അഗ്നിയിൽ നിന്നുള്ള ഭയത്തെ ഉണ്ടാവാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനനഷ്ടങ്ങളും മനോവിഷമങ്ങൾക്ക് ഇട നൽകിയേക്കാം. ദോഷപരിഹാരത്തിനായി ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുന്നതും മഞ്ഞ ഉടയട സമർപ്പിക്കുന്നതും ദോഷങ്ങളെ മാറ്റി ഉത്തമ ഫലത്തെ നൽകുന്നതാണ്. മകയിരത്തര, തിരുവാതിര, പുണർദത്തി മുക്കാല് ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കും. അപ്രതീക്ഷിതമായ ധന നേട്ടത്തെ പ്രതീക്ഷിക്കാം. ഏറെ നാളായി നിലനിന്ന കുടുംബ കലഹങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഐക്യത കൈവരുന്നതിനും പൂർവിക സ്വത്തിനെ അനുഭവിക്കുന്നതിനുള്ള യോഗവും ഈ ആഴ്ച നൽകിയേക്കാം. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ 12ാം ഭാവത്തു നിന്നുള്ള രാശിമാറ്റം ജന്മത്തിലേക്ക് വന്നിട്ടുള്ളത് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 12ൽ നിന്ന് വ്യാഴം അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങളൊക്കെ ഇവർക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വരുന്ന ഒരാഴ്ച ധനപരമായ നേട്ടങ്ങൾക്കും തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികൾക്കൊക്കെ ഇട നൽകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടം ഈ ഒരാഴ്ച കൈവരിക്കാവുന്നതാണ്. മകം, പൂരം, ഉത്രത്തിക്കാല് ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങളൊക്കെ ഈ ഒരാഴ്ച നൽകിയേക്കാം. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യുക. സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കടം മേടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുടെ സാധീകരണവും ഈ ഒരാഴ്ച കഴിയാവുന്നതും ഒഴിവാക്കുക. ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവാക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുന്നതും ഈ ഒരാഴ്ച ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടത്തുന്നതും അയ്യപ്പസ്വാമിക്ക് ശനിയാഴ്ച ദിവസം എള്ള് നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 11ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റവും ഏറ്റവും ഗുണം നൽകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സമയമായിരിക്കും ഈ ഒരാഴ്ചക്കാലം. എന്നാലും 7ാം ഭാവത്ത് നിൽക്കുന്ന ശനി കണ്ടകശനിയുടെ ദോഷങ്ങൾ നൽകുന്നതിനാൽ ശാരീരിക വ്യാധികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകാതിരിക്കാനും ഈ ഒരാഴ്ച നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ദോഷശാന്തിക്കായിട്ട് വ്യാഴാഴ്ച സമീപത്തുള്ള അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതേപോലെ ഭഗവാന് ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിന് മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴമാറ്റവും ശനിയുടെ മാറ്റവും ഗുണഫലത്തെ നൽകുന്നതും ഈ ഒരാഴ്ചക്കാലം വളരെ ഗുണഫലത്തെ നൽകുന്നതുമാണ്. ഏറെ നാളായി നിലനിന്നിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ നീങ്ങി സന്തോഷം നൽകുന്നതും കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരാഴ്ചക്കാലമായിരിക്കും ഈ വരുന്നത്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരുടെ ഗ്രഹപരമായിരിക്കുന്ന ദോഷങ്ങൾ മാറി കൂടുതൽ ഗുണഫലം ലഭിക്കുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിച്ച് അവൽ നിവേദ്യം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിശാഖക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണദോഷ മിശ്രിതമായ ഫലത്തെ നൽകുന്നതാണ്. താമസ സ്ഥലങ്ങളൊക്കെ മാറുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ച നൽകാം. തൊഴിൽ സ്ഥാനത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും തൊഴിൽ നേതൃത്വ സ്ഥാനത്ത് നിന്ന് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിനും കൂടി ഒരാഴ്ച ഇട നൽകിയേക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരാഴ്ചക്കാലം.
എന്നിരുന്നാലും അവർ സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ കടുംപായസം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാൽ ഉൾപ്പെടുന്ന ധനുക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം. അഷ്ടമത്തിലേക്കുള്ള വ്യാഴമാറ്റം പലവിധ ക്ലേശങ്ങൾക്കും ഇട നൽകിയേക്കാം. പലവിധത്തിലുള്ള മനോവിഷമതകളും ഈ ഒരാഴ്ച നമ്മളെ അലട്ടിയേക്കാം. സ്വജനങ്ങളിൽ നിന്നുള്ള കലഹങ്ങളോ അകൽച്ചയോ നമ്മളെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരാഴ്ചക്കാലം. 4-ാം ഭാവത്തെ ശനിയുടെ സ്ഥിതിയും ഗൃഹസ്ഥാനത്ത് പലവിധ ക്ലേശങ്ങളുമൊക്കെ ഇട നൽകും. വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അപ്രതീക്ഷിതമായ ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷശാന്തിക്കായിട്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തിമുക്കാലും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഒരാഴ്ച കാലം വളരെ ഗുണപരമായിരിക്കും. ഏറെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും രോഗാദി ദുരിതങ്ങളൊക്കെ നീങ്ങി മനസന്തോഷങ്ങൾ നൽകുന്നതിനും കൂടി ഇട നൽകുന്ന ഒരാഴ്ചക്കാലമായിരിക്കും. ഏറെ നാളായി പരിശ്രമിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ സാധീകരണവും ഈ ഒരാഴ്ച നിങ്ങൾക്ക് നേടിയെടുക്കാം. എന്നിരുന്നാലും വാക്കുകൾ കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവരുടെ മനസ്സിന് മനോവിഷമതകൾക്കൊക്കെ നൽകുന്നത് ക്ലേശങ്ങളെ നൽകിയേക്കാം. ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി തൃഷ്ടിപ്പ് മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരുറ്റാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം രോഗാദി ക്ലേശങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. 6-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉദര സംബന്ധമായ വ്യാധികൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് വരുന്ന ദോഷത്തെ മാറ്റി നിർത്താനായിട്ട് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ ഒരാഴ്ച ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കഴിയാവുന്നതും ഒഴിഞ്ഞു മാറുന്നത് ദോഷത്തെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ഉപകരിക്കുന്നതാണ്. പലപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് തന്നെ വാക്കുതർക്കങ്ങൾക്കൊക്കെ ഈ ഒരാഴ്ച ഇട നൽകിയേക്കാം. ആയതുകൊണ്ട് തന്നെ വാക്ക് സംബന്ധമായ പ്രശ്നങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇവർക്ക്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തി മഹാസുദർശന മന്ത്രത്തിൽ അർച്ചന നടത്തുന്നതും കദളിപ്പഴം നിവേദിച്ച് സേവിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂരിട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും. എന്നിരുന്നാലും പൊതുവെ ഗുണഫലത്തെ തന്നെ പറയാം. 5-ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം മനസന്തോഷങ്ങൾക്കൊക്കെ ഇട നൽകും. ജന്മത്തിലെ ശനി പലവിധത്തിലുള്ള ക്ലേശങ്ങളും രോഗാദി ക്ലേശങ്ങൾക്കൊക്കെ ഇട നൽകിയേക്കാം. എങ്കിൽ തന്നെയും നമ്മുടെ മനോധൈര്യം കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുന്ന ഒരാഴ്ചക്കാലം കൂടിയായിരിക്കും ഇത്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷശാന്തിക്കായിട്ട് ബുധനാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ സരസ്വതി പൂജ നടത്തുന്നതും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാ രാജകുമാര മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും വിദ്യാർത്ഥികൾക്ക് ഉത്തമ ഫലത്തെ നൽകുന്നതായിരിക്കും. തൊഴിൽ സംരംഭങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരാഴ്ചക്കാലം കൂടിയായിരിക്കും ഇതും. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള വ്യാപാര ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഗുണഫലത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ഈ ഒരാഴ്ചക്കാലം നേട്ടങ്ങളെ കൈവരിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലത്തെ ലഭിക്കട്ടെ എന്ന് സാക്ഷാൽ മൂകാംബിക ദേവിയോട് ആ ദേവിയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ദേവിയുടെ ആറാട്ട് നടക്കുന്ന സൗവർണിക നദിയിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.